മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ 18-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു മാർക്കോയെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളവും നല്ല ഒരു ദിവസം തന്നെ. അതെ, മാർക്കോ നേടിയത് 100 കോടിയാണ് എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ മനസ്സ് തുള്ളിച്ചാടി. അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം കൊയ്ത ഉണ്ണി മുകുന്ദന് അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം നമ്മളുടെ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ആ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ മാജിക് ഫിഗറിലേക്ക് എത്തി. ഇനിയും നമ്മൾ തുടരണം, അങ്ങോട്ട് മുന്നോട്ട് പോകണം. 75 കടന്ന് 1 ലക്ഷം എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്നു. എന്താണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മനസ്സ്, സ്നേഹം, അതെല്ലാം നമ്മൾ ഇതിനകത്തിൽ കാണുന്നു. നിങ്ങളുടെ കൈയഴിച്ചുള്ള ആ ഒരു സഹായം തന്നെയാണ് നമ്മളെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ വളർന്ന് 50,000 പേർ ചേരുന്ന ഒരു ഫാമിലിയായി മാറിയിരിക്കുന്നു. നമുക്ക് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ബുക്ക് മൈ ഷോയിലൂടെ മാർക്കോ വിറ്റുപോയത് 54,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഓരോ മണിക്കൂറുകളും അതിഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് വിൽപ്പന തന്നെയായിരുന്നു സിനിമയ്ക്ക് നടന്നത്. രാവിലെ 1600-ൽ തുടങ്ങി പിന്നീട് ഓരോ മണിക്കൂറും 2500, 3500, 4300 അങ്ങനെ ഉയർന്നുയർന്ന് സിനിമ എത്തിയത് 50,000-ന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയും. ഇതോടുകൂടി തന്നെ സിനിമ 16 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി മികച്ച ഒരു ടിക്കറ്റ് ബുക്കിംഗ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇതിനോടകം നേടാനും കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഗംഭീര റിപ്പോർട്ടായി വന്ന 15 ദിവസത്തെ UK, അയർലൻഡ് അപ്ഡേറ്റുകളാണ്. അവിടെ നിന്ന് എത്രത്തോളം കളക്ഷൻ കിട്ടി എന്നുള്ളതാണ്. UK-യിൽ നിന്ന് മാത്രമായി $2,37,280 $15 ദിവസത്തെ കളക്ഷൻ ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുന്നത്. അയർലൻഡിൽ നിന്ന് $31,280 സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. രണ്ടും കൂടെ ചേർത്ത് 2,69,000-ന് മുകളിലുള്ള ഡോളറാണ് സിനിമയ്ക്ക് ലഭ്യമായത്. ഇന്നലെ സിനിമയ്ക്ക് ലഭ്യമായ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആയിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി, തെലുങ്ക്, മലയാളം മേഖലയിൽ തന്നെയായിരുന്നു മികച്ച ബുക്കിംഗ് ഉണ്ടായിരുന്നത്. ഹിന്ദിയിൽ നിന്ന് മാത്രമായി സിനിമ 1.3 കോടി ആണ് ഇപ്പോൾ എസ്റ്റിമേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. തെലുങ്കിൽ നിന്ന് 80-നും 1 കോടിക്കും ഇടയിലാണ് സിനിമയുടെ കളക്ഷനെന്നും. തമിഴ്നാട്ടിൽ നിന്ന് അത്ര മികച്ചതല്ലെങ്കിലും എന്നാൽ സ്വാഭാവികമായും തമിഴ്നാട്ടിലുള്ള ഏറ്റവും ഉയർന്ന കളക്ഷൻ ദിവസവുമായി 50 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ഇന്നലെ ഞായറാഴ്ച വരാൻ ഉള്ളത് എന്ന്. അതായത് മലയാളത്തിൽ നിന്നും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ, മലയാളത്തിൽ 17-ാം ദിനത്തിൽ 712 ഷോകളിൽ നിന്ന് 40,000-ന് മുകളിലുള്ള ആളുകൾ കണ്ടപ്പോൾ 63,62,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതായത് സിനിമയ്ക്ക് 1 കോടി 5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് 17-ാം ദിനത്തെ കളക്ഷൻ. അങ്ങനെ 3 സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ 3 ഭാഷകളിൽ നിന്നായി 1 കോടിക്ക് മുകളിൽ സിനിമ വീണ്ടും എത്തുന്ന ആ ഒരു ദിവസം. തെലുങ്കിൽ ഇന്നും 400-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നു. ഹിന്ദിയിൽ 3,000-ന് മുകളിലുള്ള ഷോകൾ പ്രദർശിപ്പിക്കുന്നു. മികച്ച ഒരു സന്തോഷകരമായ ആ ഒരു വാർത്ത, അതെ, ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ എന്ന് തന്നെ പറയാം. മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമേ 2,10,000-ന് മുകളിലുള്ള ആളുകളാണ് ഇതുവരെ സിനിമ കണ്ടതായി പുറത്തു വരുന്നത്. സിനിമയുടെ 100 കോടി ഇന്ന് ആദ്യമായിട്ട് ആ ഒരു ഒഫീഷ്യൽ കളക്ഷൻ വന്നപ്പോൾ അത് വളരെയധികം സന്തോഷമായിരുന്നു. വേറെ ഒന്നുമല്ല, ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള എല്ലാ റെക്കോർഡുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം 90 അല്ലെങ്കിൽ 90 കോടിക്ക് താഴെയുള്ള ആ ഒരു എമൗണ്ടുകൾ മാത്രമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു കളക്ഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ, സാധാരണ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ ബാക്കിയുള്ള സിനിമകൾക്ക് എങ്ങനെയാണോ കളക്ഷൻ പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും 95, 1 കോടി, 100 കോടി കഴിയുന്ന ഒരു സ്ഥിതിയുമായിരുന്നു. പക്ഷേ ട്രാക്കേഴ്സ് ചവിട്ടിപ്പിടിച്ച് നിന്നെങ്കിലും ഒഫീഷ്യലായിട്ട് ആ ഒരു കളക്ഷൻ വന്നപ്പോൾ എല്ലാം പൊട്ടിത്തകർന്ന് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച. ഇനി ഒരു ട്രാക്കറിനും അതിൻ്റെ താഴേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവും. കാരണം ഉണ്ണി മുകുന്ദനും ടീമും തന്നെയാണ് ഒഫീഷ്യലായിട്ട് ആ ഒരു കളക്ഷൻ വിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സന്തോഷമാണ്. ഒരു സിനിമ ഇത്ര വയലൻ്റ് ആയിട്ട് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല. ഒരു ഗംഭീരമായിട്ടുള്ള മേക്കിംഗ്, ഹനീഫ് അദേനിയും അതേപോലെ ഉണ്ണി മുകുന്ദനും ചേർന്നുള്ള ഈ ഒരു സിനിമ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു മൂവി തന്നെ. കാരണം ആ ഒരു ജോണറിൽ നമ്മൾ ഇന്ത്യയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് സിനിമകളോട് കടപിടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയുമായി സിനിമ മുന്നോട്ട് പോകുന്നു. അതുതന്നെയാണ് സിനിമയ്ക്ക് ഇത്രത്തോളം വിജയിക്കണമെന്നുള്ള നമ്മളുടെ മോഹവും തോന്നിയത്. ഒപ്പം വലിയ സന്തോഷം, നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈയഴിഞ്ഞുള്ള ആ ഒരു മനസ്സും അല്ലെങ്കിൽ ആ ഒരു സഹകരണത്തോടെയും നമ്മളും 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത്. ഓരോ വ്യക്തികൾക്കും ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് മുതൽ ഇപ്പോൾ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. 50,000 അത്ര വലിയ നമ്പറല്ല എന്ന് പലർ പറയുമെങ്കിലും നമ്മുടെ മനസ്സിൽ അതൊരു വലിയ നമ്പർ തന്നെയാണ്. അതിന് മുകളിലേക്ക് ഇനിയും ഉയരുക. നല്ല നല്ല വീഡിയോസും നിങ്ങളുടെ നല്ല സഹകരണവും ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും. അതും കഴിഞ്ഞ് ഒരു 100K സബ്സ്ക്രൈബേഴ്സിലേക്കും എത്തുക, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്കും എത്തുക എന്നുള്ള മോഹം തന്നെയാണ്. എന്തായാലും ഓരോരുത്തർക്കും വീണ്ടും നന്ദി പറയുന്നു. കൂടെ നിന്നതിന്, കൂടെ യാത്ര ചെയ്യുന്നതിന്, ഒപ്പം
ഒപ്പം നമ്മൾ സ്നേഹം നൽകുന്നതിനും. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. നമ്മളുടെ ഫാമിലി ഇപ്പോൾ 50,000-ന് മുകളിലുള്ള ആളുകളുമായി നമ്മൾ മുന്നോട്ട് കുതിക്കുന്നു. കൂടെ ഉണ്ടാവണം ഗ്രേറ്റ് മീഡിയാസ്.